അപ്പോൾ എന്തെങ്കിലും അനീതി വന്ന് ഇപ്പം നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നു അല്ലേ? അതെന്താണ്? അത് അനീതിയായത് കൊണ്ടാണ്. കാര്യം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള പൈസയാണ് നമ്മൾ പുകച്ച് കളയണത്. അനീതിയാണ്, കുഞ്ഞുങ്ങളോട് ചെയ്യണ അനീതിയാണത്. അപ്പം അനീതി അതാണ് ജോബ് പറയണത്. എന്നാ ജോബ് 22:23 നിന്റെ കൂടാരത്തിൽ നിന്ന്, അതായത് നിന്റെ കുടുംബത്തിൽ നിന്ന് അനീതി അകറ്റുമെങ്കിൽ, അനീതി അകറ്റണം. അനീതി അകറ്റണം എന്ന് പറയുമ്പോഴേ എന്നാ സംഭവം എന്നറിയാവോ? ഇപ്പോഴ് അപ്പനും അമ്മയൊക്കെ മുതിർന്നവരും പ്രായമുള്ളവരും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കണില്ലേ? അവരെ പ്രതി എപ്പോഴും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവണില്ലേ? അത് എന്ന് വെച്ചാൽ ഞാൻ തന്നെ നോക്കണോ, അപ്പൻ്റെ അമ്മയുടെയും സ്വത്തുകൾ എല്ലാ സഹോദരന്മാർക്കും ഒരുമിച്ചല്ലേ കിട്ടിയത്, ഓരോരുത്തരും നോക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ പ്രതിയും അപ്പനെ പ്രതിയുമൊക്കെ ഭയങ്കര കടിപിടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കലല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പനെ അമ്മനെയും ഒന്നും, അല്ലെങ്കിൽ മുതിർന്നവരെ രോഗികളെ ഒന്നും ആരും ഓശാരത്തിന് നോക്കണ്ടെന്ന് ലോകത്തോട് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളാരും ഓശാരത്തിന് അപ്പനെയും അമ്മനെയും നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം നൽകും, അല്ലാതെ സാലറിക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കണേ. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റീഫണ്ട് ചെയ്യും. 10:42 മത്തായിയുടെ സുവിശേഷം. കാരണം നമ്മളത് നോക്കത്തില്ലെന്നും നമ്മൾ നമ്മുടെ സൗകര്യമനുസരിച്ച് പോകുമെന്നും കർത്താവിനറിയാം. കർത്താവിൻ്റെ കൂടെ നിന്ന് ആൾക്കാർ പോലും കർത്താവിനെ തള്ളിപ്പറഞ്ഞതാണ്. അപ്പോൾ തള്ളിപ്പറഞ്ഞ ഒരു സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ തള്ളിപ്പറച്ചതിൻ്റെ ബുദ്ധിമുട്ടുകൾ അപ്പനും അമ്മയും അനുഭവിക്കുമെന്ന് ഓർത്തിട്ട് കർത്താവ് നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പേരിൽ ചെയ്താൽ മതി, ഐ വിൽ റീഫണ്ട്, ഞാനത് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പനെയും അമ്മനെയും കൂടി ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്ന് വിചാരിച്ചോ, എന്നിട്ട് നിങ്ങൾ തന്ത്രത്തിൽ അത് ആരുടെയെങ്കിലും വേറെ സഹോദരന്മാരുടെ അടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചോ, അവർ നോക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വലിയപ്പനും കൊച്ചാപ്പനും ഒക്കെ അങ്ങനെ വന്ന് പറയും, എടാ ശരിയാണല്ലോ, അവരും നോക്കേണ്ടതല്ലേ, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവരും അവരുടെ സമ്പത്ത് മേടിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഇങ്ങനെ പിരികൊണ്ട് നീ വീട്ടിൽ അപ്പനും അമ്മനെയും കുത്തുന്നോടൊക്കെ തുടങ്ങുകയല്ലേ. നോടെ കഴിഞ്ഞ് നോക്കിക്കോ, ഇവരെ നോക്കുന്നത് കൊണ്ട് മാത്രം നിന്നെ അനുഗ്രഹിച്ചുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട്. ഈ സാധനം അപ്പനും അമ്മയും ഇറങ്ങിയാൽ അതോടുകൂടി ഇറങ്ങും. അപ്പോഴും മാത്രമേ അപ്പോഴും നിനക്ക് നീ പൊട്ടനായത് കാരണവും കർത്താവിൻ്റെ മുമ്പിൽ ബന്ധമില്ലാത്ത കാരണം എന്തുകൊണ്ടാണ് ഈ വിപത്ത് ഇപ്പം കുടുംബത്തിൽ വന്നതെന്ന് നിനക്ക് മനസ്സിലാവത്തില്ല. കാര്യം അപ്പനെ അമ്മനെ നോക്കുന്ന കൊണ്ട് നിനക്ക് വരാൻ സാധ്യതയുള്ള പല വിപത്തുകളിൽ നിന്നും ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഇവരിപ്പം നാത്തും പോര് കളിച്ച് അവളും നോക്കട്ടെ, അവളുടെയൊക്കെ ഇവിടുത്തെ ഓഹരി കൊണ്ട് അവരും തിന്നുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇവരെ നിങ്ങൾ ഫുട്ബോൾ അടിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയോട് നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ സംരക്ഷണം നിൻ്റെ ഇന്നും പോകും. കാര്യം അപ്പനെയും അമ്മനെ നീ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തന്നെ നോക്കണമെന്ന് വിചാരിച്ചോ, അത് കർത്താവിൻ്റെ പേരിലാക്കി കളയണം. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ എന്തായാലും ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ ആക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾക്ക് ചില കുറവുകളുണ്ടാവും. ഇപ്പം മക്കൾ എക്സ്കർഷന് പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് എങ്ങനെയാണ് ഇവിടുന്ന്, അപ്പോൾ ഇവിടെ കാശില്ലെന്ന് അപ്പം പറയും. അവിടെ അമ്മ അടുക്കളയെന്ന് പറയും, എങ്ങനെയാണ് പിള്ളേരെ പോലെ ജീവിക്കണത്, എല്ലാ ചിലവും നിങ്ങളുടെ മുതുകത്തിട്ടല്ലേ ഉണ്ടാക്കണമെന്ന് ചോദിക്കും. ആരുടെ കാര്യമാണ് പറയണത്? അപ്പനും അമ്മനും അവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് ഈ പിശാചകത്ത് നിന്നുകൊണ്ട് ഈ വിശേഷമൊക്കെ പറയണത്. ഇത് വേറെ അപ്പനും അമ്മയും കേൾക്കത്തില്ലെങ്കിൽ കേൾക്കേണ്ട ആൾ കേൾക്കും. അതോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനം ആകും. നിൻ്റെ മകൻ്റെ ഒരു എക്സ്കർഷൻ വന്നപ്പോൾ നീ തുറുപ്പിട്ട് വെട്ടണതാണ്. അതാണ് പറഞ്ഞിരിക്കണത് ഇവിടെ. എന്നാ പറഞ്ഞിരിക്കണത്? നിൻ്റെ കുടുംബത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, അനീതിയാണതല്ല, നിൻ്റെ വർത്തമാനവും അനീതിയാണ്, നീ ഇപ്പോഴും എടുക്കുന്ന തീരുമാനവും അനീതിയാണ്. നീതി ഉണ്ടാകുന്ന കുടുംബത്തിൽ നീ നിബന്ധനകൾ എപ്പോഴും നീതി ഉണ്ടാക്കും. നിബന്ധനകളുടെ ഉദ്ദേശം എന്താ?
നീതി നിറവേറ്റുക എന്നുള്ളതാണ്, കുടുംബത്തിലെ നീതിയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ സർവശക്തൻ്റെ സന്നിധാനത്തിലേക്ക് നീ തിരിച്ചു വരണം. ജോബ് 22:23 നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ അനീതി നീ അകറ്റിക്കളയുമെങ്കിൽ എന്ത് സംഭവിക്കും? നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. കൈയിട്ടിച്ച് കിടത്താണ് ഈ വചനം ഒന്ന് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. ജോബിൻ്റെ ഉള്ളതാണ്. ജോബ് 22:28. അതായത് സർവശക്തൻ്റെ സന്നിധാനത്തേക്ക് നീ തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതി നീ തുടച്ചു മാറ്റുമെങ്കിൽ എന്ത് സംഭവിക്കും? 22:28 എന്താ പറയണത്? നീ തീരുമാനിക്കുന്ന കാര്യം പറഞ്ഞേ, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. അപ്പൊ ദൈവത്തിന് ആഗ്രഹമുള്ള കാര്യമാണ് എന്താണ്? നമ്മൾ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുക എന്നുള്ളത്. അപ്പം നമ്മൾ തീരുമാനിക്കുന്ന കാര്യം നമ്മുടെ കൈപ്പിടിക്ക് ഒതുങ്ങാത്തതാണെങ്കിലും കർത്താവ് ഒരു തീരുമാനമെടുത്താൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യം ദൈവ തീരുമാനമായി മാറും. നമ്മൾ തീരുമാനിക്കുന്ന കാര്യത്തെ ദൈവ തീരുമാനമാക്കാനുള്ള മാർഗമെന്താ? ദൈവത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൂടാരത്തിലും കുടുംബത്തിലും നീതി പുനഃസ്ഥാപിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. സ്നേഹിക്കൂ നീ മാതാപിതാക്കളെന്നും നിനക്കായി ജന്മം നൽകിയോരല്ലേ വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെന്നും നിനക്കായി ജന്മം നൽകിയോരല്ലേ വേദനിപ്പിക്കരുതേ അവരെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പേര് നവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ, എൻ്റെ മോൻ റോയൽ. ഞങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയാനും അതുപോലെ തീർത്ഥാടനം ഉടമ്പടി എടുക്കുവാനും ജപമാല റാലി കൂടുവാനും വേണ്ടി മാത്രമാണ് അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം, ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അത് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എൻ്റെ ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ജോലി കിട്ടാൻ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളായിരുന്നു ഞാൻ. ഒരിക്കലും എനിക്ക് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെയും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു മോനും കൂടി ഉണ്ട്, കുഞ്ഞുമോൻ. അപ്പോൾ അവനെ നോക്കേണ്ട ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ഞാൻ നാട്ടിൽ ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് മാറി. അപ്പോൾ ജോലിക്കൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പം ഞാൻ കരുതിയിരുന്നത് 2 മാസം കഴിയുമ്പോൾ അവനെ സ്കൂളിൽ ചേർത്താം, എനിക്ക് വീണ്ടും ഒരു നല്ല ജോലിക്ക് പ്രവേശിക്കാം എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അമ്മ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടും, അമ്മ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അന്ന് അങ്ങനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറ്റിയൊരു തെറ്റായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഞാൻ എന്നങ്ങനെ പറഞ്ഞോ
അന്ന് മുതൽ ഞാൻ ജോലി കിട്ടാതെ വിഷമിക്കുന്നതാണ്. ഞാൻ 8 മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു. ഞാൻ ഡിപ്രഷനിലോട്ട് പോയി. അപ്ലൈ ചെയ്യുന്ന എല്ലാം റിജക്റ്റ് ആവുമായിരുന്നു. ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് തിരുത്തി ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥനാ ജീവിതം തുടങ്ങി. കൊന്ത മുടങ്ങി കിടക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കാലമായിട്ട് കൊന്തയില്ലായിരുന്നു. ഞങ്ങൾ സ്ഥിരം കൊന്ത ചെല്ലാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങളിലെല്ലാം ഒത്തിരി ഉയർന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം മുടങ്ങാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ധ്യാനം കൂടുകയും സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹോംലെസ് ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കലാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാരുണ്യ പ്രവൃത്തിയായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ തന്നെ ഞാൻ ഡെൻറ്റിസ്റ്റ് റിലേറ്റഡ് ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു പോയി. എനിക്ക് സിഡ്നി അവിടുത്തെ ഡെൻറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് ലഭിച്ചു, കോർഡിനേറ്റർ പോസ്റ്റായിട്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയേറെ എനിക്ക് സന്തോഷമായി. അതുപോലെ ഞാൻ അന്ന് ജോലി കിട്ടുമ്പോൾ ഞാൻ നിയോഗം വെച്ചിരുന്നപ്പോൾ ഞാൻ അതിലൊരു ക്ലോസ് വെച്ചിരുന്നു. എനിക്ക് ഒരു നല്ല ജോലി മാത്രം പോരാ, എനിക്ക് വർക്ക് ഫ്രം ഹോമോട് കൂടിയ ഫ്ലെക്സിബിളായ ഒരു ജോലി തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനത് നിയോഗത്തിൽ എഴുതിയിരുന്നു. മാതാവിനോട് ഞാനത് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഈ ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അതിലില്ല. എനിക്ക് ഒരു തരത്തിലും വർക്ക് ഫ്രം ഹോം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. എങ്കിലും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ജോലി എടുക്കേണ്ടി വന്നു. അപ്പം പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ വരുന്നതിന് ഒരു 2 മാസം മുമ്പ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവർ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഞാനിനി തിരിച്ചു ചെല്ലുമ്പോൾ അതിന് ട്രെയിനിങ്ങിനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മറന്ന കാര്യം മാതാവ് ഓർത്ത് എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം ജോലി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് നടത്തി തന്നു. അതുപോലെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാനും ഹസ്ബൻഡുമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 4ാമത്തെ ദിവസം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് മാതാവ് അത് എനിക്ക് സമയത്തിൻ്റെ ഒന്നും ഞാൻ ആ ഉടമ്പടിയുടെ തുടക്കമായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ മോളെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇപ്പോഴാണ് മോളെ വരാൻ പറ്റിയത്. അപ്പം ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ മാതാവിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മാതാവ് പറഞ്ഞു, മോളൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പോവുക, പക്ഷേ ഞാൻ എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പ് പറഞ്ഞിട്ടാണ് മാതാവ് പോയത്. എന്നിട്ടും ജോലി കിട്ടാൻ താമസം വന്നപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി. അതുപോലെ 2ാമതും മാതാവ് എനിക്ക് ഒരു ദർശനം തന്നു. അപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടാൻ വൈകിയപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്, എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ ഒരു മുടക്കും വരുത്തിയില്ല. ഞങ്ങൾ എല്ലാ ദിവസവും 5:30 എണീക്കും. എൻ്റെ മോനും ഞങ്ങളുടെ കൂടെ എണീറ്റ് 5:30 പ്രാർത്ഥന കൂടും. അതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എല്ലാം നന്നായി തന്നെ ചെയ്തു. അവസാനം ജോലി കിട്ടി. അപ്പം ഞാൻ ജോലി കിട്ടുന്നതിന് മുൻപ് എനിക്ക് ഈ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടെങ്കിലും എനിക്കൊരാഗ്രഹം, എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മാതാവിനോട് പറയുകയാണ്, ഇത് സ്വപ്നത്തിലല്ലേ കണ്ടത്, എനിക്ക് നേരിട്ട് എന്തെങ്കിലും ഇതെൻ്റെ തോന്നലായിരിക്കുമോ, എനിക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് നൽകണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് പുറം വേദനയുള്ള ആളാണ്. അപ്പം ഞാനൊരു ദിവസം പുറത്ത് മരുന്ന് പുരട്ടി ആ റൂമിൽ ഒന്നിനും എൻ്റെ പുറത്ത് പറ്റുന്ന വേദനയുടെ പെയിൻ ബാമിൻ്റെ സ്മെല്ല് മാത്രമാണ് ആ റൂമിലുള്ളത്. വേറെ ഒരു സ്മെല്ലും ആ റൂമിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ആരാധന ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സിന് എനിക്ക് സുഗന്ധാഭിഷേകം ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. കാരണം എനിക്ക് അത്ര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ ചോദിക്കുന്നുണ്ട്, ജോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, മണം കിട്ടുന്നുണ്ടോ ചേട്ടാ? അപ്പം ആൾക്ക് കിട്ടിയില്ല, എനിക്ക് മാത്രമാണ് അത് കിട്ടിയത്. ആ ഒരു സുഗന്ധാഭിഷേകം കുറച്ച് സെക്കൻഡ്സിന് ലാസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എങ്കിലും എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ അപ്പോഴേക്കും പോയി ജനലൊക്കെ ഞാൻ നോക്കുക, ഞാൻ പുറത്തുനിന്നെങ്ങാനോ ആണോ ഈ മണം വരുന്നത് എന്ന്. പക്ഷെ ഒരിക്കലും അല്ലായിരുന്നു. മാതാവ് അപ്പം എനിക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് എനിക്ക് ആ ഒരു അനുഗ്രഹം
അതെനിക്ക് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. മാതാവിനും ഈശോയ്ക്കും വീണ്ടും നന്ദി പറയുന്നു. ഞാൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നിയോഗങ്ങളായിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് മാതാവിൻ്റെ ആ ഒരു സാമീപ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. ഞങ്ങൾ വേറെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ്ങിനും അതുപോലെ ഞങ്ങളുടെ ഫാമിലിക്കുള്ള പ്രൊട്ടക്ഷനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ എപ്പോഴും യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം. ആൾക്കുണ്ടായ അനുഭവങ്ങൾ ആൾ തന്നെ ഷെയർ ചെയ്യും. എൻ്റെ പേര് ജോൺ വർഗീസ്. ഞാനൊരു വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഓൾറെഡി ഒരു ഭക്തി മാർഗത്തിലൂടെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തപ്പോൾ ഞാനതിൽ ഉടമ്പടിയിൽ ചേർന്നില്ല. തുടക്കത്തിലൊന്നും എനിക്കതിൽ വലിയ താല്പര്യം എനിക്ക് തോന്നിയില്ല. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അത്ര നല്ല ഇതൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു ഇതൊക്കെ പലരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അതിനുശേഷം ഭാര്യയെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ദർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് എന്നെ ശരിക്കും പിടിച്ചൊന്ന് ഒലച്ച പോലെ തന്നെയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും നാൾ പ്രാർത്ഥിച്ച എനിക്ക് ഇതുവരെ ഒരു ദർശനമോ ഒരു സാമീപ്യമൊന്നും തന്നിട്ടില്ല. ഇന്നലെ എടുത്ത എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഞാൻ ഭാര്യയുടെ കൂടെ ഈ ഉടമ്പടി ജീവിതത്തിലോട്ട് ഞാൻ വന്നു. ഉടമ്പടി എടുത്തില്ല, ഉടമ്പടി ജീവിതത്തിൽ രാവിലത്തെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനങ്ങളും ആ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്ന് മുതൽ ആ ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു അന്ന് മുതൽ എല്ലാ ആഴ്ചയും മിക്ക ദിവസവും ആകാശത്ത് ഞാൻ മഴവില്ല് കാണാൻ തുടങ്ങി. മഴവില്ല് ഫുള്ളല്ല, ഒരു കാൽഭാഗം, ക്വാർട്ടർ ഭാഗം മാത്രം എപ്പോഴും കാണും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറയും ഇന്നും മഴവില്ല് കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കും എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം എൻ്റെ മകൻ ചോദിച്ചു, അപ്പൻ ഇനി എന്നാണ് ഉടമ്പടി എടുക്കുന്നത്, ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഉറപ്പായിട്ടും ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതായിരിക്കുമെന്ന്. അതൊരു തേഴ്സ്ഡേ ആണ്. അത് കഴിഞ്ഞ് സാറ്റർഡേ എനിക്കൊരു എക്സ്ട്രാ വർക്ക് വന്നപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോവുകയായിരുന്നു. മോർണിംഗ് 7 o'clock. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മഴവില്ല് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആകാശം വിരിഞ്ഞു നിൽക്കുന്ന ഇത്രയും വലിപ്പമേറിയൊരു മഴവില്ല് അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒത്തിരി ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. വാഹനത്തിലിരുന്ന് തന്നെ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സൺഡേ ജൂൺ 15 സൺഡേ ഞാൻ ഉടമ്പടിയിലോട്ട് ഓൺലൈൻ ഉടമ്പടി ഞാനും എടുത്തു. പക്ഷെ ഞാൻ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. ആകെ 3 കാര്യമേ ചോദിച്ചുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ബ്ലെസ്സിങ്സ്, അതുപോലെ മാതാവിൻ്റെ ആ ശക്തമായ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഈ ഉടമ്പടി നന്നായി പാലിക്കുവാനുള്ള ഒരു കൃപാവരം. അത് 3 കാര്യമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ആ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് സ്ഥിരമായി തന്നെ മഴവില്ലിൻ്റെ സാന്നിധ്യത്താൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കാണുകയുണ്ടായി. ഞാൻ എപ്പോഴെല്ലാം ട്രാവൽ ചെയ്യുന്നുവോ, ആ ദൂരയാത്രകൾ ചെയ്യുന്നു, അപ്പോഴെല്ലാം ആകാശത്ത് എൻ്റെ വലത്തെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ മുന്നിലായിട്ടോ മഴവില്ല് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുള്ളത് സിഡ്നിയിലാണ്. അപ്പോൾ ഞാൻ സിഡ്നിയിൽ നിന്ന് കാൻബറ ഒരു വർക്ക് സംബന്ധമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വാഹനത്തിൻ്റെ നിയന്ത്രണം പോയി. ഞാൻ നോക്കുമ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മറയുന്ന പോലെയോ എന്തോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ബ്ലാങ്ക് ഔട്ടായി. പക്ഷേ ആരോ പിടിച്ചു നിർത്തിയതുപോലെ തന്നെ ആ വാഹനം നിന്നു. വാഹനം റോട്ടിൽ നിന്ന് മണ്ണിലോട്ട് ഇറങ്ങി സമാധാനമായിട്ട് നിന്നു. എനിക്കറിയില്ല ആരാണ് പിടിച്ചു നിർത്തിയതെന്നോ. ഞാൻ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല. കാരണം സ്റ്റിയറിംഗ് പോലും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കണ്ടത് ആകാശത്ത് വീണ്ടും മഴവില്ല്. അത് ഏകദേശം ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഒരു മങ്ങിയ തരത്തിൽ ചെറിയ ഒരു മഴവില്ലാണ് കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം ഞാൻ ശക്തമായി വിശ്വസിക്കുകയാണ് മാതാവും ഈശോയും കൂടി തന്നെയാണ് എന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിനെല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്.
ഇതാണ് എൻ്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ എൻ്റെ നേട്ടങ്ങളെല്ലാം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടായാലും ജീവിതത്തിൽ ഒരു വലിയൊരു സമാധാനവും സന്തോഷവും അത് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ. അതിനെല്ലാമായിട്ട് ഒത്തിരി നന്ദി ഞാൻ ഈശോയോടും മാതാവിനോടും പറയുകയാണ്. എല്ലാത്തിനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഹോംലെസ് പേഴ്സൺസൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക, അതുപോലെ പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തത്. പിന്നെ മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് എന്തൊരവസരം വന്നാലും ഞാനത് മിസ്സാക്കാറില്ല. എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും അത് ആരോടാണെങ്കിലും ഞാനത് സ്ഥിരമായിട്ട് ഞാൻ ആ സാക്ഷ്യം പോലെ ഞാൻ പറയും. എൻ്റെ ഭാര്യയ്ക്ക് വന്ന അനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അവിടെയുള്ള കൂടുതലും ഉള്ള ഓസ്ട്രേലിയൻസിനോടൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ കുമ്പസാരിക്കാൻ പോകുമ്പോഴും ആ കുമ്പസാരിപ്പിക്കുന്ന വൈദികരോട് വരെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവർ അതിനെക്കുറിച്ച് ഒത്തിരി സന്തോഷത്തോടെ കേൾക്കുവാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. നന്ദി. എൻ്റെ പേര് ഡെമിന. ഞാൻ വരുന്നത് പള്ളിത്തോട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 2018 ആദ്യമേ ഉടമ്പടി എടുത്തത് 2018 പക്ഷേ കുറച്ച് നാൾ എനിക്ക് ആ ഉടമ്പടി കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞുള്ളൂ. കുറേ സാഹചര്യങ്ങൾ മൂലം ഉടമ്പടി മുടങ്ങിപ്പോയി എൻ്റെ. പിന്നെ എനിക്ക് ഒത്തിരി നാളിവിടെ വരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം മുൻപായി ഞാൻ മാതാവിൻ്റെ അടുത്ത് വരണമെന്നുള്ള മനസ്സിൽ ആഗ്രഹം ഒത്തിരിയായി തോന്നി. എപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു, വരുന്നില്ലെങ്കിൽ പോലും. പക്ഷേ എനിക്കിവിടെ വരണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞൊരു വർഷമായി. എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വരണം, ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയ ഉടമ്പടിയായിട്ടെങ്കിലും എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണ് 2024 ജൂലൈയിലാണ് ഉടമ്പടി പുതുക്കാനായി വരുന്നത്. ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഉടമ്പടി തന്നെ പുതുക്കാനുള്ള അനുവാദം കിട്ടി. ഉടമ്പടി പുതുക്കി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആദ്യമായി തന്നെ എനിക്ക് മാറിയത് ഒരു 7 വർഷത്തോളമായി എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ദിവസവും രാവിലെ അതിനുള്ള മെഡിസിൻ എടുത്തിട്ടാണ് നടന്നിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെഡിസിൻ തനിയെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് മനഃപൂർവ്വമല്ല, ഞാനത് വിട്ടുപോയി കഴിക്കുന്നത്. പിന്നീട് അതങ്ങ് നിർത്തി. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹോമിയോ ആശുപത്രിയിലാണ്. അപ്പോൾ എനിക്കവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാനൊരു ദിവസം അങ്ങനെ മെഡിസിൻ നിർത്തിയെങ്കിൽ പോലും വെറുതെ പോയി തൈറോയ്ഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് തൈറോയ്ഡ് നോർമലാണ്. അത് എന്താണങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല. തൈറോയ്ഡിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ തൈറോയ്ഡ് നോർമലായി. അതിനോടൊപ്പം എനിക്ക് മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു തൈറോയ്ഡിൻ്റെ കൂടെ. ഈ നോർമലായി കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല, അസുഖങ്ങളില്ല. തൈറോയ്ഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും മാറി. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ റിസൾട്ട് അവിടെയുള്ള ഡോക്ടറെ തന്നെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ആദ്യമേ കാണിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു തൈറോയ്ഡ് മാറില്ല, ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ പെട്ടെന്ന് മാറി. എങ്ങനെ മാറിയെന്നുള്ളത് അറിയില്ല. ഡോക്ടർ പറഞ്ഞു അത് അത്ഭുതമാണ് മാറിയത്. അപ്പം ഞാൻ ഡോക്ടറോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ മാറ്റം ഉണ്ടായത്. അത് ഞാനിപ്പോഴും എൻ്റെ അമ്മ തൈറോയ്ഡ് എനിക്ക് ഈ ഒരു വർഷമായി തൈറോയ്ഡിൻ്റെ മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായി ഞാൻ അസുഖത്തിൽ നിന്ന് സുഖപ്പെട്ടു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് 9 വർഷമായി എൻ്റെ സ്കിന്നൊരു അലർജി ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയ രീതിയിലാണ് അലർജി. എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ലായിരുന്നു. വെയിൽ കൊണ്ട് കഴിയുമ്പം കൈയുടെ ഒരു ഭാഗത്ത് ചെറിയ കുരുക്കൾ പോലെ വന്ന് പൊട്ടി ഫ്ലൂയിഡ് വരും അതിൽ നിന്ന്. അപ്പോൾ എനിക്കത് പുറത്ത് പോലും എൻ്റെ കൈ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിന് ഇംഗ്ലീഷ് മെഡിസിൻ ഒത്തിരി കഴിച്ചു, ഒത്തിരി ഓയിൻമെൻറ്റ് കഴിച്ചു, പെരുട്ടി ഉള്ളിൽ മരുന്നുകൾ കഴിച്ചു. അതും അടുത്തപ്പോൾ ഹോമിയോപ്പതിയിൽ കാണിച്ചു, അവിടെ നിന്നും മെഡിസിൻ എടുത്തു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ എൻ്റെ കൈ മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോലും എൻ്റെ അലർജിയുടെ കാര്യം പറഞ്ഞതുപോലുമില്ല. ഞാൻ ആകെ ചെയ്തിരുന്നത് ദിവസവും രാവിലെയുള്ള 5:30 പ്രാർത്ഥനയിൽ കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടും. അത് ഞാൻ അമ്മയോട് ഞാൻ സുഖപ്പെടുത്തണമെന്ന് പോലും പറയില്ല, ഞാൻ സങ്കടപ്പെട്ട് കയ്യിൽ പുരട്ടുമായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, ഇപ്പോഴും എനിക്കത് കൃത്യമായി പറയാനറിയില്ല. 1-2 ആഴ്ചയെ കഴിഞ്ഞുള്ളൂ പുതുക്കി. കയ്യിലെ പാട് പോലും ഇല്ലാണ്ട് അത് മാറിക്കിട്ടി.
അതെനിക്ക് വളരെ അത്ഭുതമായി തോന്നുന്നൊരു കാര്യമാണ് ജീവിതത്തിൽ. കാരണം ഒരിക്കലും കാണിച്ച ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് വെയിൽ കൊള്ളാൻ പാടില്ല, ഷർട്ടിട്ട് നടക്കണമെന്ന് പറഞ്ഞു, കൈ വെയിൽ കാണിക്കാതെ. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് അത് എങ്ങനെ മാറി? ആ തൈലം മാത്രമാണ് ഞാൻ പുരട്ടിയത്, വേറെ ഒരു മെഡിസിനോ ഒന്നും പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചൊറിച്ചിലുണ്ടാകുമായിരുന്നു, പക്ഷേ അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അത് അധിക ദിവസം ആയില്ല, ഉടമ്പടി പുതുക്കി ആ ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഞാൻ പിന്നെ കൈയിൻ്റെ കാര്യം ഓർത്തതേ ഇല്ല. ഞാൻ കർച്ചീഫൊക്കെ കെട്ടിയാണ് നടന്നിട്ടിരുന്നത് ഒരിടയ്ക്ക്. എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കും അതറിയാം എൻ്റെ പ്രശ്നം. പക്ഷേ പിന്നീട് ഞാൻ ആ കൈയിൻ്റെ കാര്യം വരെ മറന്നു. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴാണ് കയ്യിൽ പാടില്ലല്ലോ, അലർജി പോയല്ലോ എന്ന്. അപ്പോഴാണ് എനിക്കത് അത്ഭുതമായിട്ട് തോന്നുക. അങ്ങനെ തോന്നി ആ ആഴ്ചകളിൽ തന്നെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മയും കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ കാണുന്നത്. അമ്മയും മഴവില്ലിൻ്റെ താഴെയായിട്ട് അമ്മ നിൽക്കുന്ന സ്വപ്നം. അതെനിക്ക് വളരെ സുഖപ്പെടുത്തിയതാണ് അമ്മ എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. ശരിക്കും അത് എനിക്ക് ഒരു മെഡിസിനും അതിനു വേണ്ടി എടുക്കേണ്ടി വന്നില്ല. എന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ സ്കിൻ അലർജി. അതിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തിയ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ എനിക്ക് ചെറുതിലേ മുതലേ എനിക്ക് പനിയുടെ കൂടെ ശ്വാസം മുട്ടൽ വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അത് എത്ര വയസ്സ് മുതലാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ചെറുതിലേ മുതലേ ഉണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. പക്ഷേ അത് എപ്പോഴും പനി വരുന്നതിൻ്റെ കൂടെ ശ്വാസം മുട്ടൽ വരും. എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടലിൻ്റെ മെഡിസിൻ ഞാൻ എടുക്കണം, ഇഞ്ചക്ഷനോ ഗുളികയോ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നു. അതിപ്പോൾ ഒത്തിരി വർഷമായിട്ട്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു ശ്വാസം മുട്ടൽ, കടുത്ത ശ്വാസം മുട്ടൽ വന്നു. പനിയും വിട്ടുമാറാത്ത ശ്വാസം മുട്ടലുമായിട്ട് വന്നു. ഇൻഹേലർ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി. പക്ഷേ എന്നിട്ട് പോലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒരു തരി പോലും മാറിയില്ല. കാരണം എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എന്നെ അമ്മ സുഖപ്പെടുത്തുന്നത്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇൻഹേലർ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം, ദീർഘനാളും ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും, എന്നാൽ ഇതിന് സമരം കിട്ടുള്ളൂ. ദിവസം 8-9 പഫൊക്കെ ഞാൻ ഇൻഹേലർ എടുക്കുമായിരുന്നു. എനിക്ക് പറ്റാതെ വന്നു. പക്ഷേ എന്നിട്ട് പോലും ഞാൻ പ്രാർത്ഥനയെന്നോ ജപമാല ചൊല്ലുന്നോ ഒരിക്കലും മാറിയിരുന്നില്ല. എനിക്ക് എൻ്റെ ആ ഡോക്ടർ പറഞ്ഞ കണക്കുവരെയൊന്നും പോകേണ്ടി വന്നിട്ട് 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇൻഹേലർ ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കേണ്ട. ഇപ്പോൾ ഏകദേശം 1 വർഷം ആകുന്നു ആ അനുഗ്രഹം കിട്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് അധികം നേരത്തെ എപ്പോഴും പനി വരുമ്പോഴാണ് ഈ ശ്വാസം മുട്ടൽ. ഇപ്പോൾ എനിക്കങ്ങനെ പനി അസുഖമായിട്ട് വരാറില്ല. ശ്വാസം മുട്ട് നേരത്തെ തണുപ്പടിക്കുമ്പോൾ പോലും ഈ ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അമ്മ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി. ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, മെഡിസിനൊന്നും ഞാനതിന് എടുക്കുന്നതോ കഴിക്കുന്നതോ ഇല്ല. അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഉടമ്പടി പുതുക്കിയവരോട് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ഞാൻ ഇത്രയും താമസിച്ച് പോയില്ല എന്നുള്ള സങ്കടമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. കാരണം 2018 എടുത്ത ഉടമ്പടിയാണ്. എനിക്ക് അന്നേ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടം എനിക്ക് ഇന്നും ഉണ്ട്. പക്ഷേ ഇനി അങ്ങ് ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ നിൽക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അമ്മ എനിക്ക് സാധിച്ചു തരട്ടെ. ഇത് കൂടാതെ എനിക്ക് ചെറുതിലേ മുതലേ വേളാങ്കണ്ണി പള്ളിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വളർന്നു വരുന്നവരും വീട്ടിൽ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ് വേളാങ്കണ്ണി യാത്ര. അപ്പം മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നമായിട്ട് നിന്ന കാര്യമാണ്. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല. അതിനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം തന്നെ മൈൻഡിൽ വരുന്നത് വേളാങ്കണ്ണി ഒരു ദിവസം പോകണമെന്നാണ്. അങ്ങനെ ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അതിനുവേണ്ടിയൊന്നും പ്രാർത്ഥിച്ചത് പോലുമില്ല. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പെട്ടെന്നാണ് വേളാങ്കണ്ണി പോലുള്ള തീരുമാനം എടുക്കുന്നു, അമ്മയെ അറിയിക്കുന്നു, ഫാമിലിയോടെ വേളാങ്കണ്ണി പെട്ടെന്ന് പോകുന്നു. യാത്രയും എല്ലാം സുഖമായിട്ട് അമ്മ മാതാവ് എനിക്കവിടെ പോയി അമ്മയെ കാണാൻ സാധിച്ചു. അതൊരു ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹ യാത്രയായിരുന്നു അത്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്രയിൽ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചു. അവിടെ ചെന്ന് അമ്മയെ കണ്ടു, അനുഗ്രഹം വാങ്ങി തിരിച്ചു വന്നു. അതെനിക്ക് ഉടമ്പടി എടുത്തതിൽ കിട്ടിയ അനുഗ്രഹമാണെന്ന് നന്നായി ബോധ്യപ്പെട്ടു. കാരണം ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചിട്ടൊന്നും നടക്കാവുന്ന കാര്യമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പത്രം കൊണ്ടുപോകുന്നത്. അപ്പോൾ എടുക്കുന്ന ആ ദിവസങ്ങളിൽ തന്നെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുത്ത് വഴിയിൽ കാണുന്നവർക്കും കയറുന്ന വണ്ടിയിലോ ഓട്ടോയിലൊക്കെ ഉള്ളവർക്കാണ് ഞാൻ പത്രം കൊടുക്കുക.
എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പത്രം വാങ്ങിക്കുന്നത്. എല്ലാവരോടും ഞാൻ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ അതോടുകൂടി തന്നെ അവരോടും ഞാൻ ആവശ്യപ്പെടും. എപ്പോഴെങ്കിലും ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയെ വന്ന് കാണണം, ഉടമ്പടി എടുക്കണം, അനുഗ്രഹം എനിക്ക് സാധിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. കുറച്ച് പേര് വന്ന് ഉടമ്പടി എടുത്തവരും ഉണ്ട്. അങ്ങനെ എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി വന്ന് എടുത്തവരും ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു തുക ഞാൻ ക്യാൻസർ പേഷ്യൻസിന് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അനാഥരായിട്ടുള്ളവർക്കുള്ളൊരു ചാരിറ്റിയിലും ഞാൻ അംഗമാണ്. അപ്പം അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് അത് പുതുക്കിയ ശേഷമാണ് അങ്ങനെയുള്ള മനസ്സൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയത്, അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നൽ. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്ന എന്താണോ അതിൽ ഞാനൊരു പങ്ക് ഈ 2 കാര്യങ്ങൾക്കായി കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് എന്നെ കൂടുതലും എന്നെ രക്ഷിച്ച്. ഇപ്പോഴും ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലുള്ളവർക്കോ ഉണ്ടായപ്പോലെ ഞാൻ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, തേന് എന്നിവ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും. അപ്പോൾ അതെനിക്ക് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അതിലൂടെ തന്നിട്ടിരിക്കുകയാണ്. കൂടാതെ എൻ്റെ ആത്മീയമായി എനിക്ക് സംഭവിച്ച പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യപ്പെടുത്തുന്ന സ്വഭാവക്കാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ദേഷ്യത്തിൽ നിന്നൊക്കെ ഞാൻ മാറി. എനിക്ക് കുറച്ചുകൂടെ സംയമനം പാലിക്കാൻ പറ്റുന്നുണ്ട് മാനസികമായിട്ട്. കൂടാതെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ കൃത്യമായിട്ടൊന്ന് പ്രാർത്ഥന ഫോളോ ചെയ്യുന്ന ആളായിരുന്നില്ല. കൃത്യമായി ജപമാല ചൊല്ലുന്ന ആളോ പള്ളിയിൽ പോകുന്ന ആളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം കൃത്യമാണ്, എൻ്റെ ജീവിതചര്യയാണ് ജപമാല എന്ന് പറയുന്നത്. ഞാൻ യാത്രക്ക് പോകുമ്പോഴും ജോലിക്ക് പോകുന്ന സമയങ്ങളിലും ട്രെയിനിലിരുന്നാണ് ഞാൻ പോവുക. അപ്പോൾ ട്രെയിനിൽ നിന്ന് ജപമാല കൃത്യമായി ചൊല്ലുന്നത് ഇത്ര എന്ന കണക്കില്ല. മൊബൈലിൽ ഞാനതിൻ്റെ ജപമാല ആപ്പ് എടുത്തിട്ട് അത് ചൊല്ലുവാണ്. എനിക്ക് പറ്റാവുന്ന അത്രയും ജപമാലകൾ ഞാൻ ഒരു ദിവസം ചൊല്ലുന്നു. രാത്രിക്കുള്ളിൽ എത്രയും സാധിക്കാമോ അത്രയും ജപമാലകൾ ഇന്നും മുടക്കം കൂടാതെ ഏത് അവസ്ഥ വന്നപ്പോൾ പോലും ജപമാല ഞാൻ മുടക്കിയിട്ടില്ല. അതോടുകൂടി തന്നെ ബൈബിൾ വായനയും എനിക്കുണ്ടായിരുന്നില്ല. ബൈബിൾ വായന ഇപ്പോൾ അരമണിക്കൂർ എന്നാണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ സ്ഥിരമായി വായിക്കുന്നു. കൂടാതെ പുതിയ നിയമം ഞാൻ വായിക്കണം എന്നൊരാഗ്രഹം തോന്നി മുഴുവനായിട്ട്. അത് ഞാൻ വായിച്ച് ഏകദേശം പകുതിയോളം എത്തി. സ്ഥിരമായി അങ്ങയെ വായിച്ചു പോകുന്നുണ്ട്. അതുകൂടാതെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കിട്ടുന്ന വചനം എപ്പോഴും മനസ്സിന് ദൈവം നമ്മുടെ സംസാരിക്കുന്ന രീതിയിലാണ് വചനങ്ങൾ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും എപ്പോഴും ബൈബിൾ വായിക്കാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്കുള്ള മെസ്സേജ് എന്താണോ എന്നുള്ളത് എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും അതിൽ നിന്ന്. അപ്പോൾ അത് വളരെ അനുഗ്രഹമാണ്. കൂടാതെ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ സ്ഥിരം മുടങ്ങാതെ കൂടുന്നുണ്ട്. എല്ലാ ദിവസവും പോകുമ്പോഴും കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛനോടൊപ്പം പങ്കുചേരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ലാത്തൊരു സാഹചര്യമാണ്. കാരണം എന്തുണ്ടെങ്കിലും അതിന് അമ്മയുടെ കയ്യിൽ അതിനുള്ള പരിഹാരമുണ്ടെന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ. ഇപ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആദ്യം അമ്മയോടാണ് പറയുന്നത്. ആ ഒരു മൈൻഡിലേക്ക് ഞാൻ എത്തി. വേറെ വ്യക്തികളോടല്ല ഞാനിപ്പം നേരത്തെ ഷെയർ ചെയ്യുന്ന പോലെ അല്ല, ഇപ്പം ഞാൻ അമ്മയോടാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് ധൈര്യമാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഇന്നും അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതെനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വന്ന് പറയാൻ പറ്റുമെന്ന്. ആ ടെൻഷനുള്ള സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറയുന്ന സ്വപ്നം ഞാൻ കണ്ടു. അമ്മ എന്നെ അത് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിവിടെ വരും എന്നുള്ളത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.